2021 ഏപ്രിൽ മാസം 1-ാം തീയതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഉസ്ബെക്കിസ്ഥാനിലുള്ള തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ബുഖാര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുകൂടാണ്ട് തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ടർമീസ് ബ്രാഞ്ചിൻ്റെ ഒരു ഓഫ്ഷോർ ക്യാമ്പസ് TIT മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ബാംഗ്ലൂർ റൺ ചെയ്യുന്നുണ്ട് എന്നും ഈ പറയുന്ന 4 കോളേജുകളും എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 2021 ഇറക്കിയിരിക്കുന്ന FMGL റെഗുലേഷൻ്റെ വലിയ വയലേഷൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അലർട്ട് നോട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്ന് ചോദിച്ച് അറിയാനായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഡൽഹിയിലുള്ള ഓഫീസിലോട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ സമരം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തായാലും ഇതുവരെ വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നും കരുതി. ഓക്കെ, സോ എനിഹൗ 2021 നവംബർ മാസം 18-ാം തീയതിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിഗേറ്റ് റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു FMGL റെഗുലേഷൻ ഗസറ്റ് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ഗസറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും സിലബസുമായിട്ട് ബന്ധപ്പെട്ടും ക്ലിനിക്കൽ ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ടും അതുകൂടാണ്ട് ഇൻറ്റേൺഷിപ്പും ക്ലറിക്കൽ ഷിപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കറൻ്റിലി നമ്മുടെ സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതുകൂടാണ്ട് തഷ്കൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ബുഖാര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്, ഈ പറയുന്ന 3 കോളേജുകളും എടുക്കുന്ന സമയത്ത് അവിടെ വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് എംബസി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വന്നിട്ടുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അലർട്ട് നോട്ടിൽ അതൊക്കെ പ്രത്യേകിച്ച് തന്നെ പറയുന്നുണ്ട്. സോ എനിഹൗ 2021 FMGL റെഗുലേഷനിൽ നമ്മൾ എൻ്റയർ കോഴ്സ് ഇംഗ്ലീഷിൽ വേണം പഠിച്ചിരിക്കാനെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നാണ് പല വിദ്യാർത്ഥികളുടെയും കംപ്ലയിൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നതെന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്നത്. ഓക്കെ, ദെൻ അതുകൂടാണ്ട് സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ടുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി NMC എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അലർട്ട് നോട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അത് കൂടാണ്ട് പിന്നെ ഈ ഒരു അലർട്ട് നോട്ടിൽ വളരെ സീരിയസ് ആയിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ട് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇവിടെ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടൽ ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, സോ എനിഹൗ എന്ത് ചെയ്യണം, നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന FMGL റെഗുലേഷനിലെ കണ്ടീഷൻസ് പ്രോപ്പർലി പാലിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യൽ ഇനി മുതൽ എന്തായാലും അതൊരു പ്രോബ്ലമായി മാറും എന്നുള്ളൊരു കാര്യത്തിൽ എന്ത് വേണ്ട, യാതൊരു തരത്തിലുള്ള ഡൗട്ടും വേണ്ട. ഓക്കെ, സോ ഈ പറയുന്ന 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അത് കൂടാണ്ട് TIT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നൊരു കോളേജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ TIT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സത്യത്തിൽ എന്താണ് ശുദ്ധമായ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ വയലേഷനാണ് നടക്കുന്നത്. കാര്യം ഓൾറെഡി NMC ഗസറ്റിനകത്ത് വെരി ക്ലിയർലി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ലാസ്റ്റ് ഇയർ വരെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അതുകൂടാണ്ട് ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റികളുടെ ഓഫ്ഷോർ ക്യാമ്പസുകളിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ക്യാമ്പസുകളിലോ ഒന്നും പഠിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും TIT ഇൻസ്റ്റിറ്റ്യൂട്ട് കൃത്യമായ വയലേഷൻ നടത്തുന്നു എന്നുള്ള കാര്യത്തിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന 3 യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NMC തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻടേക്കിനേക്കാൾ വളരെ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇവരെടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 400 അല്ലെങ്കിൽ 500 കപ്പാസിറ്റിയുള്ള യൂണിവേഴ്സിറ്റികൾ ഈ വർഷം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1400 1500 സ്റ്റുഡൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കോളേജിൻ്റെ കാര്യം മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന കോളേജുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ അവർക്ക് കപ്പാസിറ്റിക്ക് മേളിൽ 2-3 ഇരട്ടി സ്റ്റുഡൻസിനെയൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവർ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ത് കിട്ടും, സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ട് ക്ലാസ്സസോ കാര്യങ്ങളോ ഒന്നും ഇംഗ്ലീഷിൽ കിട്ടാതിരിക്കും. കാര്യം അവർക്ക് അവൈലബിൾ ആയിട്ട് പ്രോപ്പർ ഫാക്കൽറ്റീസ് ഇല്ല, അത് കൂടാണ്ട് എന്തില്ല, പ്രോപ്പറായിട്ട് ക്ലിനിക്കൽസ് കൊടുക്കാനായിട്ട് ഇവർക്ക് എന്തില്ല, പിന്നെ ഹോസ്പിറ്റൽസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇവർ കറൻ്റിലി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വൺസ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് രജിസ്ട്രേഷന് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 2021 FMGL റെഗുലേഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പർലി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവരുടെ അലർട്ട് നോട്ടുകൾ ഇപ്പം 2021 ശേഷം പല തവണ എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇത്തരത്തിലുള്ള അലർട്ട് നോട്ടുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2020
പിന്നെ 5 ജൂലൈ 21 അത് അലർട്ട് നോട്ട് വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ 22 നവംബർ 2024 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ സൈഡിൽ നിന്ന് അലർട്ട് നോട്ടുകൾ വന്നിട്ടുണ്ട് FMGL റെഗുലേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട്. സോ അപ്പോൾ ഇത്തരത്തിൽ NMCൻ്റെ സൈഡിൽ നിന്ന് വരുന്ന അപ്ഡേഷനുകൾ കൂടെ നിങ്ങൾ പ്രോപ്പർലി ചെക്ക് ചെയ്യുക. അതിനുശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ എനിഹൗ എന്താണ് കറൻ്റ്ലി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇട്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. NMC കൃത്യമായി വിദേശത്ത് നമ്മൾ പോയി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ രജിസ്ട്രേഷൻ പോസിബിൾ ആകുമെന്നൊരു ചിന്ത എന്നാണ് വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഈ അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടൻസിനൊന്നും വേണ്ട എന്ന രീതിയിലുള്ള കൃത്യമായ ഒരു താക്കീത് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ വിദേശത്ത് പോയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റികൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ എല്ലാ കണ്ടീഷൻസും പ്രോപ്പർലി പാലിക്കുന്ന മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.